അശരണർക്ക് കാരുണ്യമാകാനുള്ള ബ്രാൻഡ് അംബാസിഡറായി മലയാളി ചിരി ക്ലബ് മാറിയെന്ന മദർ റോഷി അഗസ്റ്റിൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. അഗതികൾക്ക് ആശ്രയമാകുന്ന മലയാളി ചിരി ക്ലബ് അശരണരുടെയും പാവപ്പെട്ടവരുടെയും ബ്രാൻഡ് അംബാസിഡറാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പനയിൽ മലയാളി ചിരി ക്ലബ് നടത്തിയ കാരുണ്യയാത്ര സീസൺ 14 ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പേരുകൊണ്ട് വ്യത്യസ്തമായ ചിരി ക്ലബ് ഇത്തരം പ്രവർത്തികൾ കൊണ്ട് സമൂഹത്തിന് ചിരിയും സന്തോഷവും നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ ബോധ്യ മനസ്സോടെ വളരുകയും വളർന്നു വരുന്നവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുക. നല്ല പാതയിലൂടെ പോകാൻ നല്ലൊരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന ബോധ്യം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും പരിസര പ്രദേശത്തും വളർന്നു വരട്ടെ. പേരുകൊണ്ട് തന്നെ ശ്രദ്ധേയമായ ചിരി ക്ലബ്ബ് അങ്ങനെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒട്ടേറെ ശ്രദ്ധിക്കുമ്പോഴും വ്യാകുലതകളും അശരണതയും കാണാതെ പോകുന്നില്ല. അവരുടെ ബുദ്ധിമുട്ടുകളിൽ പരിഹാരം കണ്ടെത്തുമ്പോഴാണ് ചിരി ക്ലബിൻ്റെ സന്തോഷം എന്നുള്ള ഒരു വലിയ ആപ്തവാക്യം കഴിഞ്ഞ 8 വർഷക്കാലമായി അവർ സമൂഹത്തിന് പരന്നു കൊടുക്കുന്നു. അത് പ്രോജ്വലമാക്കുന്നു. അത് പ്രശാന്ത ദീപം എന്ന നിലയിൽ പ്രശോഭിതമാക്കുന്നു. ക്രിസ്മസ് സേവക്കും സന്തോഷത്തിൻ്റെ ഒരു സന്ദർഭമാണ്. ലോകരക്ഷകനായ യേശുവിൻ്റെ പിറവി ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എവരുടെയും മനസ്സ് വലിയൊരു ഉൾക്കാഴ്ച കൊടുക്കുന്ന ഈ സന്ദർഭത്തിലാണ് മലയാളി ചിരി ക്ലബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി അഗതി മന്ദിരങ്ങളിലേക്ക് കാരുണ്യയാത്ര നടത്തിവരികയാണ്. ഓണക്കാലത്തും ക്രിസ്തുമസിനുമാണ് കാരുണ്യയാത്ര സംഘടിപ്പിക്കാറുള്ളത്. കാരുണ്യയാത്രയുടെ ഫ്ളാഗ് ഓഫ് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം ഫലവ്യഞ്ജനങ്ങൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവ അഗതി മന്ദിരങ്ങളിലേക്ക് പ്രവർത്തകർ വാഹനങ്ങളിൽ എത്തിച്ചു നൽകി. കൂടാതെ അന്തേവാസികൾക്ക് ക്രിസ്തുമസ് കേക്കുകളും വിതരണം ചെയ്തു. കട്ടപ്പന നഗരസഭയിലെ അർഹതപ്പെട്ട കിടപ്പ് രോഗികൾക്ക് പുതിയ വസ്ത്രവും ക്രിസ്തുമസ് കേക്കും ഫലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കാരുണ്യ കിറ്റ് ആശാപ്രവർത്തകർക്ക് നൽകിക്കൊണ്ട് കിറ്റിന്റെ വിതരണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ആശാപ്രവർത്തകരുടെയും ചിരി ക്ലബ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഭവനങ്ങളിൽ കിറ്റുകൾ വിതരണം ചെയ്തു. കാരുണ്യയാത്രയ്ക്ക് വേണ്ടി സഹായങ്ങൾ നൽകിയ സെന്റ് ജോൺസ് ആശുപത്രി, പുളിയന്മല കാർമൽ സ്കൂൾ, കട്ടപ്പന ക്രൈസ്റ്റ് ട്യൂഷൻ സെന്റർ എന്നിവരെ യോഗത്തിൽ വെച്ച് മന്ത്രി പൊന്നാടി മൊമന്റോയും നൽകി ആദരിച്ചു. അടുത്തതായി കാർമൽ സി നമ്മുടെ കാരുണ്യ പരിപാടിയിൽ മലയാളി ചിരി ക്ലബ് സോഷ്യൽ ഡെവലപ്മെന്റ് ചെയർമാൻ മനോജ് വർക്കി കുളക്കാട്ടുവയലിൽ അധ്യക്ഷനായിരുന്നു. ചിരി ക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, ക്ലബ് രക്ഷാധികാരി ജോർജി മാത്യു, ജനറൽ സെക്രട്ടറി അശോക് ഇയാർ, കൗൺസിലർ സിജോമോൻ ജോസ്, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, വൈസ് പ്രസിഡന്റ് വിപിൻ വിജയൻ, സോഷ്യൽ മീഡിയ ചെയർമാൻ ടിജിൻ ടോം, ഫിനാൻഷ്യൽ മാനേജർ പ്രിൻസ് മൂലേച്ചാലിൽ, ചാരിറ്റ് കൺവീനർ സജീവ് ഫെർണാണ്ടസ് എന്നിവർ സംസാരിച്ചു. കാരുണ്യയാത്ര കോർഡിനേറ്റർ ജോമോൻ പൊടിപ്പാറ, റോബിൻ സെറ, മനോജ് PG, അജിൻ ജോസഫ്, അനീഷ് തോണക്കര, വിപിൻ വിശ്വനാഥൻ, ജെറിൻ ജോസഫ്, സജീവൻ ഗായത്രി, സന്തോഷ് രാമചന്ദ്രൻ, റിനോയ്, അഭിലാഷ് KT, ജോജോ കുമ്പളന്താനം, ജസ്റ്റിൻ ജോസഫ്, നിതീഷ് സോണി ചെറിയാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ,
ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ എന്തോ നേലക്കാട്, നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ല, നീ സാനു മാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ, മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.